2 കുട്ടികളുണ്ട്. എന്റെ കുട്ടികളോട് ഞാൻ ചോദിച്ചാൽ അവർ പെട്ടെന്ന് കല്യാണം വേണ്ടെന്ന് പറയും. കിടക്കുമ്പോ പെരുമാറുന്ന രീതി ആയിട്ടുണ്ട്. എന്റെ ഒരു റിലേറ്റീവ് എന്നെ തുടക്കി കയറിട്ടാ പിടിച്ചത്. വാക്ക് വിളിക്കണ്ട, നിങ്ങളെ കുടുംബം എന്ന് പറയും തന്നെ ഒരാണ് പെണ്ണ് കുട്ടി മാത്രമേ ഞങ്ങളെ മനസ്സിൽ പോലും വരുന്നുള്ളൂ. ആദ്യം തൊട്ട് ദയവ് ചെയ്ത് ഒന്ന് കുറച്ചൊക്കെ മാറ്റി ചിന്തിക്കൂ. ഓക്കെ, നടുക്കുന്ന വീഡിയോ ദൃശ്യം വന്നിട്ടുണ്ട്. പൊന്നു പ്രേക്ഷകരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് നല്ല ഡ്രസ്സ് ധരിക്കും മക്കളെ എന്നാണ്. ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ തോന്നിയതുപോലെ നടക്കും, ഞങ്ങൾ അരിഞ്ഞാടും. എന്നാൽ ഇന്ന് കിട്ടുന്ന വാർത്ത, അതായത് കേരളത്തിൽ വിവാഹം വേണ്ട, ഞങ്ങളെ തോന്നിയതുപോലെ നടക്കാൻ അനുവദിക്കണം, എന്തിനാണ് കുട്ടികൾ, അതൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ വാദിക്കുന്ന നടുക്കുന്ന വീഡിയോ ദൃശ്യമാണ്. എൻ്റെ നിലപാട് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ദൃശ്യം വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരെ, ഞാൻ ഇന്നും എന്നും ഇനി മരിക്കുന്നത് വരെ ഞാൻ പറയുന്നത് ഒരൊറ്റ സംഗതിയാണ്: നല്ല ഡ്രസ്സ് ധരിക്കണം, മാന്യമായിട്ട് കല്യാണം കഴിച്ചിട്ട് കുടുംബത്തോട് ജീവിക്കണം എന്നാണ് പറയുന്നത്. ഒരേ ജീവിതമുള്ളോ നമ്മൾ, അതായത് ഒരു കല്യാണം കഴിച്ചിട്ട് വീടിനുള്ളിൽ മിണ്ടാതെ കുത്തിരിക്കണം എന്നല്ല, നമ്മൾ ബീച്ചിലേക്ക് പോകണം, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സിനിമ കാണണം, അങ്ങനെയൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എല്ലാവരും എൻ്റെ നിലപാട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അതായത് 1,00,000 പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും സബ് ചെയ്യാത്തവരാണ്. ഒന്ന് ഈ വിരൽ കൊണ്ടൊന്ന് അമർത്തിയേക്കണേ. ഓക്കെ, നമുക്ക് ഒന്നായിട്ട് കേട്ടിട്ട് മറുപടി കൊടുക്കാം. ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു വിവാഹം കഴിച്ചാലേ ജീവിതം ഉള്ളൂ, അടുത്ത കുടുംബമുള്ളൂ, അടുത്ത തലമുറയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഉണ്ടാവുന്ന കുട്ടികൾ മുഴുവൻ സഫർ ചെയ്യുകയാണെന്നാണ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ചോദ്യം, ഇവിടെ വിവാഹം എന്ന സങ്കല്പം എപ്പോഴാ ഉണ്ടായത്? എന്താ അല്ലേ പറയുമ്പോൾ ഇത്തിരിയെങ്കിലും ബോധമുണ്ടോ? വിവാഹം കഴിഞ്ഞാലല്ലേ അതായത് കുട്ടികൾ ഉണ്ടാവുന്നത്, തലമുറ ഉണ്ടാവുന്നത്. ഈ സ്ത്രീ എന്തൊക്കെയാ ഈ പറയുന്നത്? ബാക്കിയും കൂടി കേൾക്കാം. ഇപ്പൊ കേരളം നമുക്കറിയാം. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവിടെ വിവാഹം എന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല, ഇവിടെ സംബന്ധം ഉണ്ടായിരുന്നു. പല ജാതികൾക്കനുസരിച്ച് അല്ല, അതിൽ നിന്ന് കാലത്തിനനുസരിച്ചിട്ടുള്ള പുരോഗമനപരമായ ചിന്താഗതികളിലൂടെ പതുക്കെ മാറ്റം വന്നതാണ്. 500 വർഷം മുമ്പ് കല്യാണം ഇല്ലായിരുന്നോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മാറ്റം വന്ന് ഇന്ന് ഈ അവസ്ഥ 1000 വർഷം മുമ്പ് ഇല്ല. ആർക്കില്ല? പറയുന്നത് എന്താറിയാമോ? ഒരു ചെറിയ സെക്ഷൻ ഓഫ് സവർണ ഹിന്ദുസിൽ പറ്റിയ തെറ്റുകൾ സാമാന്യവൽക്കരിക്കുക. 1000 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചില്ലേ? 1000 വർഷം മുമ്പ് മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? സവർണ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ചില തെറ്റായ പ്രവണതകൾ എല്ലാവരിലേക്കും. ഓക്കെ, ബാക്കി വെച്ച് തരാം. ഈ ചേച്ചി ഡേഞ്ചർ ആണ്. ഓക്കെ, അതായത് ഈ എപ്പിസോഡ് കാണുന്നത് എത്രയോ പേരാണ്. ഞാൻ ഇതെടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണം കുറേ പെൺകുട്ടികൾ വിചാരിക്കുന്നത് ചേച്ചി പറയുന്നത് ശരിയെന്നാണ്. ഇവിടെ ചേച്ചി പറയുന്നത് തെറ്റാണ്. നമ്മുടെ സമൂഹത്തിലുള്ള പെൺകുട്ടികളുടെ, അതായത് വിവാഹം കഴിക്കണ്ട എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് ചേച്ചി കൊണ്ടുപോവുകയാണ്. വളരെ ഡേഞ്ചർ ആണ്. ബാക്കി കൂടി കേൾക്കാം. 1000 വർഷം മുമ്പ് ഇവിടെ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലെ സവർണ ഹിന്ദു ജനവിഭാഗങ്ങളിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടില്ലെന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങളും കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ കഴിച്ചിട്ടില്ലേ? ഒരു ചെറിയ സവർണ ഹിന്ദു സമൂഹത്തിൽ പറ്റിയ തെറ്റ് കാര്യങ്ങളെ എടുത്ത് സാമാന്യവൽക്കരിച്ച് കല്യാണമില്ലായിരുന്നില്ല, പണ്ട് ഇവിടെ ആരും മേൽമുണ്ട് ധരിക്കാറില്ല, പണ്ട് ഇവിടെ എല്ലാവരും എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? യഥാർത്ഥത്തിൽ ഒരു സവർണ പാട്രിയാർക്കി എല്ലാവരും. ഓക്കെ, രാഹുൽ ഈശ്വർ പറയുന്നത് 100% ശരിയാണ്. ബാക്കി കൂടി കേൾക്കാം. മറുപടി ഈ കാര്യങ്ങളെ കാലോചിതമായി നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. വെറുതെ അല്ല, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാ. മാറുമറയ്ക്കെതിരെ നടന്ന സമരം അറിയാലോ. ആദ്യമായി മേൽമുണ്ട് ധരിച്ച സ്ത്രീകളെ പണിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒരുപാട് അല്ല, ഞാൻ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനാണ് ഈ മാറുമറക്കൽ സമരം. സ്ത്രീകൾ തുണിയില്ലാതെ ബ്രിട്ടീഷുകാർ പോരാടാൻ പോയപ്പോൾ തുണിയില്ലാതെ പോയി നല്ല അർത്ഥം. ഇത് വെറുതെ പറയുന്നതാണ്. അതായത് പണ്ടത്തെ ആൾക്കാർ കേട്ട തെറ്റിദ്ധരിക്കും ഇവിടെ സ്ത്രീകൾ ഡ്രസ്സില്ലാതെ നടന്നത്. അങ്ങനെയല്ല. 100% രാഹുൽ ഈശ്വർ പറയുന്നത് ശരിയാണ്. ബാക്കിയും കൂടി കേൾക്കാം. പണ്ട് ചാന്നാർ വിഭാഗം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഫോർവേഡ് സ്ത്രീകളെ പോലെ ഡ്രസ്സ് ധരിക്കാൻ അല്ലാതെ പണ്ട് ഇവിടുത്തെ സ്ത്രീകളെല്ലാം വിദേശികൾ വന്നപ്പോൾ ഡ്രസ്സില്ലാതെ പറയുന്ന ഇത്രേ ഉള്ളൂ.
സമൂഹത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും എതിരെ ശക്തമായിട്ട് സമരം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വന്നിട്ട്. ഇപ്പൊ രാഹുൽ പറഞ്ഞു ഈ മാറുമറക്കൽ സമരത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞ. അങ്ങനെയല്ല, ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അല്ല, അങ്ങനെയല്ല. അതുപോലെ സമൂഹത്തിൽ മാറ്റണം എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും ഇവിടുത്തെ യുവത്വം തന്നെയാ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അത് ശക്തമായ പ്രതിഷേധങ്ങളുടെ. പക്ഷെ ഇവിടെ ഒരു വിഭാഗം പറയുന്നത് ഈ പുതിയ ജനറേഷൻ ചെയ്യുന്നത് മൊത്തം തെറ്റാണെന്നാണ്. ഓക്കെ, ബാക്കി വെച്ച് തരാം. ആര് പറഞ്ഞു ന്യൂ ജനറേഷൻ പിള്ളേർ ചെയ്യുന്നത് മൊത്തം തെറ്റെന്ന്? ആരും പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ഇത്തിരി നല്ല വസ്ത്രം ധരിക്കണം, മോശമായിട്ട് വസ്ത്രം ധരിക്കുന്നത് തെറ്റെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. എല്ലാ കാലത്തും സ്ത്രീ പുരുഷ അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ, ലൈംഗികത ഉണ്ടാവുമല്ലോ, പ്രണയം ഉണ്ടാവുമല്ലോ, സ്നേഹം ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ഫോം ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവുന്നേ പറയുന്നുള്ളൂ. ഇന്ന് ലിവിന് പോലും കോടതികൾ അതുകൊണ്ടാണ് മാരേജിനോട് ചേർത്ത് വെച്ച് വളരെ പേഴ്സണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. തുടക്കം മുതൽ ഇവിടെ വീണ്ടും ഐഡിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് പെണ്ണ് കുട്ടി, ആണ് പെണ്ണ് കുട്ടി എന്നുള്ള ഒരു ക്യൂർ വ്യക്തി എന്നുള്ള എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ 99% അങ്ങനല്ലേ? 99% മെജോറിറ്റി അല്ലേ? എത്ര പെർസെന്റേജ് ക്യൂർ ജനവിഭാഗം പറയൂ, കണക്ക് പറയൂ. എത്ര പെർസെന്റേജ് ക്യൂർ LGBT? അതുകൊണ്ട് മെജോറിറ്റി നിങ്ങളെ ഏറ്റവും ബഹുമാനിക്കുന്നു. പക്ഷെ അതിനർത്ഥം ഇവിടെ ഒരു ഹ്യൂജ് മെജോറിറ്റി ഉള്ളപ്പോ അതിനെക്കുറിച്ച് ഇത് മാത്രമാണ് നോർമൽ, ഇതാണ് ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പൂർണ്ണമായി നിങ്ങളുടെ പാരഡൈം അംഗീകരിക്കുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം ഫോളോ ചെയ്യുന്ന ഹ്യൂജ് മെജോറിറ്റി ഉണ്ട്. 4 to 5% താഴെയുള്ളതല്ലേ? ഓക്കെ, ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം. 96% വരുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല രീതിക്ക് വസ്ത്രം ധരിക്കാനും കുടുംബപരമായി ജീവിക്കാനും. 4% വരുന്ന ആൾക്കാർ മാത്രമാണ് തോന്നിയതുപോലെ അരിഞ്ഞാടി നടക്കാൻ തീരുമാനിക്കുന്നത്. അവർക്ക് വേണ്ടി നിയമം ചേഞ്ച് ചെയ്യണോ? ബാക്കിയും കൂടി കേൾക്കാം. വാക്ക് വിളിക്കണ്ട, നിങ്ങളെ കുടുംബം എന്ന് പറയും തന്നെ ഒരാണ് പെണ്ണ് കുട്ടി മാത്രമേ ഞങ്ങൾ മനസ്സിൽ പോലും വരുന്നുള്ളൂ. ആദ്യം തൊട്ടേ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംസാരിക്കുമ്പോൾ ആണ് ഭാര്യ ഭർത്താവ് കുട്ടി, അല്ല ഭർത്താവ് കുട്ടി. ഒരു കാര്യം അല്ല, കുടുംബം എന്ന് പറഞ്ഞാൽ അതല്ലേ, ഭാര്യ ഭർത്താവ് കുട്ടി. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണ് കുടുംബം, അല്ലാതെ വേറെന്ത്? ബാക്കിയും കൂടി കേൾക്കാം. ആയിട്ടുണ്ട്. എന്റെ ഒരു റിലേറ്റീവ് എന്നെ തുടക്കി കയറിട്ടാ പിടിച്ചത്. എനിക്ക് അന്ന് എന്റെ ഏട്ടനല്ലേ, ഇയാളിങ്ങനെ ചെയ്യില്ലല്ലോ, പേട്ടച്ചറിയാത്ത ആളൊന്നല്ല ഞാൻ. പക്ഷെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആയത്. അതുകൊണ്ട് തന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അല്ലെങ്കിൽ നിങ്ങളെ പ്രൈവറ്റ് പാർട്ടിലോട്ടാണോ കൈ നീളുന്നത് എന്നുള്ളതല്ല. ആ ടച്ച് നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് സേഫ് ആയിട്ടാണോ അൺസേഫ് ആയിട്ടാണോ ഫീൽ ചെയ്തത്? അത് അൺസേഫ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എഡ്യൂക്കേഷനിൽ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. അല്ല, ഇവരോട് പറയാനുള്ളത് ഇവരുടെ ഏട്ടനോ ആരോ ഇവരുടെ തുടക്ക് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ കുടുംബം എങ്ങനെയുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് ചെറുതാക്കിയതല്ല. ഇത്രയും വലിയൊരു സ്റ്റേജിൽ അത് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഇടപെടും അതിലേക്ക്. ബാക്കിയും കൂടി കേൾക്കാം. സാറേ, ഞാൻ എന്താ പറയാൻ ശ്രമിച്ചെന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞു വരുന്നത്? അത് ഡ്രൈവിംഗ് സ്കൂളാണ്. ഒരു സംശയമുണ്ട്. താങ്കൾ അഡ്വക്കേറ്റ് പറയുന്നത് ഈ പ്രാക്ടിക്കലും കൂടി വേണമെന്നാണോ? ലിവിംഗ് ടുഗദർ ആവുമ്പോൾ ആദ്യം പ്രാക്ടിക്കലായിട്ട് അവർ തീർച്ചയായിട്ടും മറ്റുള്ള ഇമോഷൻസ് കൈമാറുന്നതിനൊപ്പം തന്നെ സെക്ഷലി ഇന്റർകോഴ്സ് യൂഷ്വലി ഉണ്ടാവും. അത് വേണമല്ലോ. സപ്പോസ് അതർ പേഴ്സൺ ഇമ്പോർട്ടന്റ് ആണ്, എന്ത് ചെയ്യും? പിന്നെ ഈ വിവാഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാപ്പാണ്. 1.5 വർഷം കഴിയാതെ വിവാഹമോചനം നടക്കില്ല. നള്ളിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെല്ലാവരും സമ്മതിക്കണില്ല. കാരണം ഞാൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഒരു വ്യക്തിയും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആരും കയറല്ല. 1.5 വർഷം ഞാൻ പറഞ്ഞ പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് 1.5 വർഷത്തോളം കുടുങ്ങി കിടക്കുന്നു. അതിലും കൂടുതൽ കുടുങ്ങി കിടക്കുന്നു കപ്പിൾസിനെ എനിക്കറിയാം. അപ്പം അവരുടെ ഒരു അപ്രോച്ച് മാറുന്നതായിട്ട് ദീപിയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? 2 രീതിയിൽ കാണാം സർ. അപ്രോച്ച് മാറി വരുന്നത് ഒരു പ്രോഗ്രസീവായ ഒരു കാര്യം തന്നെ, അത് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ പലരും പറയാറുണ്ട് ഡൈവോഴ്സ് റേറ്റ്സ് ഒരുപാട് കൂടി വരുന്നു, അത് ശരിക്കും വിവാഹത്തിന്റെ ഫെയിലിയർ അല്ലേ എന്ന്. ശരിക്കും അതിനെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് മാരേജ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാറ്റി നിർത്തിയാൽ ഡൈവോഴ്സ് റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പീനിയൻ തുറന്നു പറയാൻ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ താല്പര്യപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഡൈവോഴ്സ് റേറ്റ്സ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം, ആ ഒരു ചിന്താഗതിയിലുള്ള മാറ്റവും മുൻപോട്ട് പോകുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ വിവാഹം എന്ന സ്ഥാപനം ഇല്ലാതാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അങ്ങനെ പാടില്ല. അത് എന്ന് തന്നെയാണ്. അങ്ങനെ നിൽക്കണം. രാഹുലെ, ഇതൊരു വ്യവസ്ഥാപിത
ഇടപാടായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ലൈബിലിറ്റി ഏറ്റെടുക്കാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. താല്പര്യം കുറയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഈ പഴമക്കാരുടെ കാര്യം പോക്കാണോ. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്യാണം ഇല്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവില്ലെങ്കിൽ വെർച്വലി ഒരു നാടുണ്ടാവില്ല. അപ്പം കേരളം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അടുത്തൊരു 125 വർഷത്തിനകം നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ശൂന്യമാകും. ഇപ്പം തന്നെ പല വീടുകളും തിരുവിതാംകൂർ ഭാഗത്ത് ശൂന്യമായി കിടക്കുന്നത് കാണാം. അപ്പോ ഈ കല്യാണം എന്ന സ്ഥാപനം അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ നെഹ്റുജി ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ബെസ്റ്റ് അവൈലബിൾ സിസ്റ്റം എന്ന രീതിയിൽ ഇതില്ലെങ്കിൽ അഫോർഡബിൾ സിസ്റ്റം ആൻഡ് അവൈലബിൾ സിസ്റ്റം എല്ലാ കാര്യം കൊണ്ടും ഇല്ലെങ്കിൽ ഈ സമൂഹവും ലോകവും നിലനിൽക്കില്ല. ഇപ്പം യൂറോപ്പിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കൊളാപ്സാ. എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് അവിടെ ഇത്ര അവസരം കിട്ടുന്നത്? അവിടെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം കൂടുതൽ വരാൻ കാരണം എന്താ? കേരളത്തിൽ പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂർ ഭാഗങ്ങളിലടക്കം ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കൃത്യം കണക്ക് പറഞ്ഞാൽ കേരളത്തിൽ ഒരു വർഷം കണക്കെടുക്കുകയാണ്, തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളിൽ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓരോ ദിവസവും 247 മുതൽ 250 ആൾക്കാർ വരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ കണക്കാണ്. ജനിക്കുന്നവരെ കാട്ടി എണ്ണം മരിക്കുന്ന കണക്കുണ്ട്. മലബാർ ഭാഗങ്ങളിൽ മാത്രം അതിന് വ്യത്യാസം. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് കണ്ടില്ലെങ്കിൽ കേരളം ഒഴിഞ്ഞു പോവും, കേരളം കാട് കയറും എന്നൊരു സത്യം ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. അലിജോസിന് നേരെയുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളോട് സ്നേഹത്തോടുകൂടി എതിർക്കാണ്. ഒന്ന്, കല്യാണമില്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല ഈ ഒരു വ്യവസ്ഥ വേണോ? ഒട്ടും ആവശ്യമില്ല. ലിവിംഗ് ടുഗദർ ആയിട്ട് എത്ര കാലമായി? നമ്മളിപ്പോ 4 വർഷമായി. ഓക്കെ, രാഹുൽ ഈശ്വർ പറയുന്നത് 100% ശരിയല്ലേ? ബാക്കിയും കൂടി കാണാം. ഞാനൊരു സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന ജെൻഡർ ക്രൈസിസിലും ഫാമിലി ക്രൈസിസിലും വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നത് ഒരു മിഡിൽ ലെവൽ എന്ന് വെച്ചുള്ള ആ ഒരു ഇതാണ്. അത് അതിന് താഴെ കുറെ ആൾക്കാർ ഈ വിവാഹം എന്താന്ന് പോലും അറിയാതെ വിവാഹം കഴിച്ചിട്ട് കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ആ 2 വ്യക്തികൾ മാത്രമല്ല, അതിന്റെ ചുറ്റിനും നിൽക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫാമിലീസ് ആയാലും ആൺകുട്ടികളായാലും ശരി, ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് കുറച്ച് കാലത്തൊക്കെയാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ളൊരു ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. റെസ്പെക്ട് ഇല്ലാതെ, പരസ്പരം റെസ്പെക്ട് ഇല്ലാതെ, ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കാലില് കല്ല് കെട്ടി വെച്ച് വേച്ച് ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നത് എന്തിനാണ്? അവനവന്റെ സ്വാതന്ത്ര്യം മുഴുവൻ പോകുന്നുള്ളത് കൊണ്ടാണ്. സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു അടിമത്തം. അത് അങ്ങോട്ടായാലും ഇങ്ങോട്ട് ഏതും ആയിക്കോട്ടെ. ഇനിയിപ്പോ അത് ലിവിംഗ് ടുഗദറിലും ആയിക്കോട്ടെ, ആണ് തീർച്ചയായിട്ടും. എന്തായാലും ഇവറ്റകൾക്ക് നല്ല വയസ്സായി, എന്നിട്ട് ഒരു സ്ത്രീ പറയുകയാണ് വിവാഹം വേണ്ടാന്ന്. ആ ചങ്ങായി പറയുകയാണ് മറ്റേ ജ്വല്ലറി ഉടമകളാണ് വിവാഹം ഉണ്ടാക്കിയത് എന്ന്. നാണമുണ്ടോ? എന്തൊക്കെയാ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? ബാക്കിയും കൂടി കേൾക്കാം. മനോജേ, കാര്യം പോക്കാ. അല്ലാതെ എനിക്ക് മനസ്സിലാവണല്ലോ. ഇതിപ്പോ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ, പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽസുകാർ ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കാര്യം. അല്ല, ഇത് ജോയി ആലുക്കാസാണോട് ഉണ്ടായിരുന്ന വിവരം അറിഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ലിവിംഗ് ടുഗദർ അത് തെറ്റൊന്നും അല്ല. ഞാൻ അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടമല്ലേ. നമ്മുടെ ജീവിതം, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കും. അല്ല, നിങ്ങളിപ്പോ കല്യാണം കഴിക്കാതെ ബീന ആന്റണി ആയിട്ട് ലിവിംഗ് ടുഗദർ ആയിരുന്നെങ്കിൽ ഇവര് പറയുന്ന ഈ പ്ലസ് പോയിന്റ് ഉണ്ടാവൂ? അല്ല, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു താലി കെട്ടി കുറച്ച് ആളുകളെ വിളിച്ചതിന് സാക്ഷ്യം വഹിച്ചു എന്നതൊഴിച്ചാൽ കല്യാണത്തിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ മനസ്സുകൊണ്ടാണ് നമ്മുടെ സ്നേഹം. ഇപ്പൊ എന്റെ ഭാര്യയുടെ കഴുത്തിൽ താലി പോലും ഇല്ല. പണ്ടൊക്കെ ഭർത്താക്കൻ അത് അവൾക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ അല്ല സർ, ആർട്ടിസ്റ്റുകളുടെ ലൈഫില് താലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ മാറോട് ചേർത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഓരോ ക്യാരക്ടറിനും നമുക്ക് പല ഇതാണ്. അപ്പൊ അത് നമ്മള് ഭദ്രമായി. പക്ഷെ അതിപ്പോൾ നടക്കുക എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതലും അതൊക്കെ ഭയങ്കര താലി. അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനൊന്നും ഈ ലേഡീസ് നമ്മള് ഉത്തമയ ഭാര്യമാരൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് താലിയെടുത്ത് ഇങ്ങനെ 2 കണ്ണുകളിൽ കാണിക്കുക. പിന്നെ ഭർത്താവിന്റെ പാദങ്ങളിൽ തൊട്ട് അവര് അല്ല, ജീവിതത്തില് പണ്ടത്തെ ഭാര്യമാര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് താലി എടുത്ത് ഇങ്ങനെ കാണിക്കുക. പിന്നെ ഇവിടെ സിന്ദൂരം, ആ ലൈസൻസ്, അത് എവിടെ കാണുമ്പോഴും അത് വേണമല്ലോ. പണ്ട് ധാരണയുണ്ട്, സിന്ദൂരമൊക്കെ പോയി കഴിഞ്ഞാൽ ഭർത്താവ് തട്ടിപ്പോവും. ഈ താലി ഊരി കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിപ്പോവും. ഇന്നിപ്പോ അതൊന്നും ഇല്ല. ഇന്ന് ആളുകൾ മാറി. ഇപ്പൊ എന്റെ ഭാര്യ താലി ഇട്ടില്ല എന്ന് പറഞ്ഞോ, എടി ഞാൻ മരിച്ചു കൂട്ടോ എന്ന് ഞാൻ പറയില്ല. എന്റെ ആവശ്യമില്ല. ഓക്കെ ബീന, ഈ ഒരു അതായത് ഇങ്ങനെ കുറെ ഒരു 10-15 വർഷമൊക്കെ പോയി കഴിഞ്ഞാലേ ഈ ഒരു രോഗം പടരും.
ഇതൊരു ചെറിയൊരു അസുഖം കൂടാണല്ലോ. സോഷ്യൽ ഒരു റിഫർമേഷന്റെ ഭാഗമായിട്ടാണ് ഇവര് പറയുന്നത്. റിഫർമേഷൻ ആവൂ എന്ന് നമുക്കറിയില്ല. സാറ് ഞങ്ങളിപ്പോ 23 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. വലിയ അത്ഭുതം അത്. അതെ, അത്ഭുതം. ഞങ്ങള് ഒരു വർഷം 2 വർഷം ഒക്കെ പ്രൊഡിക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തീർന്നു. പക്ഷെ എന്തോ ഇതുവരെ ആയി 23 വർഷം വരെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. പബ്ലിക്കായിട്ട് കുറെ പ്രാവശ്യം ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും പിരിഞ്ഞു പോയില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ കുറെ ഇഷ്ടം പോലെ. പക്ഷെ എനിക്ക് തോന്നുന്ന ഈ വിവാഹം എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ഇവരുടെയൊക്കെ വർത്താനവും ഈ സംസാരങ്ങൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെയൊക്കെ കേൾക്കുമ്പോ അതൊരു സുഖമല്ലേ? വേറെ കെട്ടുപാടുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അല്ല എന്ന് വിചാരിക്കും. പക്ഷേ എപ്പോഴും ഒരു വിവാഹം എന്ന് പറയുമ്പോഴും അതിനൊരു സൗന്ദര്യവും അതിനൊരു ഐശ്വര്യവും അത് കാണുമ്പോ ആ ഹസ്ബൻഡും വൈഫും എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു കുടുംബം ഇല്ലേ, അതൊരു സുഖം തന്നെയാണ്. ആ വ്യവസ്ഥ അതങ്ങനെ ഇതാരാന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവ്, മറ്റത് അങ്ങനെ പറയാനും പറ്റില്ല. എന്താ പറയാ, പാർട്ട്ണർ അല്ല, അങ്ങനെ ഒരു സുഖം അത് തന്നെയാണ് അതിന്റെ കുഴപ്പവും. കാണുമ്പോ ഉള്ള ഭംഗിയും സൗന്ദര്യം അതിനുണ്ട്. പക്ഷെ കുറെ കഷ്ടപ്പാട്, കഠിനമായിട്ടുള്ള കുറെ സാധനങ്ങൾ അതിന്റെ ഇപ്പുറത്തുണ്ട്. കല്ലിന്റെയും മുള്ളിന്റെയും മോളിൽ കൂടെ നടന്നാലേ വിജയിക്കാൻ പറ്റൂ. ഈ ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴേക്ക് ആലോചിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ 2035 എല്ലാവർക്കും ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ കേരളത്തിൽ വന്നു എന്ന് വരും. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ഉള്ള കുഴപ്പം എന്തായിരിക്കും? അല്ല, ഇവിടെ ഒരു ടോട്ടൽ കയോസ്, സൊസൈറ്റൽ കയോസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ബേസിക് സ്ട്രക്ചർ, ഒരു സൊസൈറ്റിയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നോക്കുമ്പോൾ അതിന്റെ ആ ഫൗണ്ടേഷൻ ഫാമിലി എന്നുള്ളതിലാണ്. ഇപ്പോ അനിലും അഞ്ജനയൊക്കെ പറഞ്ഞതുപോലെ ഇതിനെ ഒരു ലീഗാലിറ്റിയിൽ ഫൗണ്ടേഷൻ വിജയകരമായ 4ാം കൊല്ലത്തിൽ കടന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയാം, അനിലും അഞ്ജനയും ഇവിടെ ഇരിക്കുന്നത് ഏതൊക്കെയോ അവര് രണ്ടു കൂട്ടരും അച്ഛനമ്മമാരുടെ മക്കളായിട്ടാണല്ലോ വളർന്നു വന്നത്. ഇപ്പോൾ അവർക്ക് തോന്നുന്നത് വലുതായി കഴിഞ്ഞപ്പോൾ അതിലൊരു വലിയ കാര്യം ഈ ഒരു ഇൻസെക്യൂരിറ്റി, സൊസൈറ്റിയിലുള്ള ഒരു ടോട്ടൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ആ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടിമയാവുമോ, ഞാൻ ഉടമയായി മാറാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നത്. ഇതിന് അപവാദം അല്ല, അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത്തരം കുഴപ്പക്കാരെ മാത്രം കണ്ടിട്ട് അതാണ് എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് അങ്ങനെയല്ലാത്ത കുടുംബം എവിടെയാണ് കണ്ടിരിക്കുന്നത്? നമ്മള് അവരുടെ കുടുംബത്തിനുള്ളിലേക്ക് ഒന്ന് കയറി ചെല്ലണം. അങ്ങനെയൊക്കെ ഒരുപാട് അഭിനയിക്കുന്ന ആൾക്കാര്. ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ആവശ്യമാണ്. ഒരു പുരുഷന്റെ ആവശ്യമല്ല ഒരു കാര്യം മാത്രം. ആക്ച്വലി ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഷീ ക്യാൻ വെരിഫൈ. ഞാൻ പറയുന്നത് ഷീ ക്യാൻ വെരിഫൈ. ബട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഹ്യൂമൻ ബീങ് പോട്ടെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ ആ കുഞ്ഞ് കരയുമ്പോൾ അത് ആദ്യം നോക്കുന്നത് എൻ്റെ കംഫർട്ട് അല്ലെങ്കിൽ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ സ്ഥിരമായി ഒരാളുണ്ടോ എന്നുള്ളതായിരിക്കും ആ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് പറയുന്നത്. കാരണം എന്നും ഒരാൾ എന്നെ നോക്കാനുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് 3 വയസ്സായ ഒരു കുഞ്ഞുണ്ട്, അവനാണല്ലോ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനുണ്ടോ അല്ലെങ്കിൽ അവനെ നോക്കുന്ന ഒരാളുണ്ട്. ആ അന്ന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കും അന്നയുണ്ടോ എന്നാണ് ആ നോക്കുന്നത്. ഈ അന്ന എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് ഹി ഗ്രോസ്, റെഗുലർലി എനിക്ക് കംഫർട്ട് തരാൻ ഒരാൾ സ്ഥിരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ. ദി അറ്റാച്ച്മെന്റ് തിയറി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്ന് പറയാം. ഇത് ഏതൊരു ഹ്യൂമൻ ബീങ് വിവാഹം തമ്മിൽ ബന്ധപ്പെടുത്തിയതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. ഇവർ രണ്ടുപേരും 4 years ആയിട്ട് ലിവിംഗ് ടുഗദർ ആണ്. സീരിയസ്ലി വി വെരി ഹാപ്പി ഫോർ യു. വാട്ട് എവർ ഇസ് വർക്കിംഗ് ഫോർ യു, ഇറ്റ് ഇസ് ഗ്രേറ്റ്. വൈ ആർ യു നോട്ട് ഗെറ്റിംഗ് മാരിഡ്? നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? Why we have to get married? Why not? For what? What are you fearing about marriage? Why? Why not? വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പറ്റിക്കല്ലേ? ഇതൊക്കെ പണ്ടത്തെ കാലത്ത്. വിവാഹം കഴിച്ചാലേ കുഞ്ഞുണ്ടാവും. ദയവേത് പറഞ്ഞ് പറ്റിക്കല്ലേ? നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞാലേ കുടുംബം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ, എന്നാലേ സമൂഹം ഉണ്ടാവുള്ളൂ. കുട്ടിയുടെ അച്ഛനാരാ സ്കൂളിൽ പോകുമ്പോ കോളത്തിൽ ആരെ ഫില്ല് ചെയ്യും? എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അവിടെ അമ്മയുടെ പേര് വെക്കാം, അച്ഛന്റെ പേര് വേണ്ടേ? അച്ഛന്റെ പേര് ആവശ്യമില്ല. കണ്ടോ, അച്ഛൻ വേണ്ടാന്ന് പറയുന്ന സിസ്റ്റമാണ്. അല്ല രാഹുൽ, ഇപ്പം രാഹുലിനെ ഒരു ദിവസം രാഹുലിന്റെ അമ്മ അടുത്ത് വിളിച്ചിട്ട്, മോനെ രാഹുലേ, നിന്നോടൊരു സത്യം ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞേ ഒക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്,
ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തരം. DNA ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മണ്ടത്തരമാണ്. ഉണ്ട്. സയന്റിഫിക്കലി അച്ഛൻ ആരാന്ന് തെളിയിക്കാം. പറ്റും. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഫാർ ലെഫ്റ്റ് അങ്ങനെ തെളിയിച്ചിട്ടല്ല രാഹുൽ, അങ്ങനെ തെളിയിച്ചിട്ടല്ല ആരാണെന്ന് പറഞ്ഞാലും DNA വെച്ച ഒരാളെ അച്ഛനാണെന്ന് തെളിയിക്കാൻ പറ്റൂലേ? സാറിന്റെ അമ്മ ആരാണെന്ന് പറഞ്ഞാലും ആരാന്ന് പറഞ്ഞാലും ഒരു അച്ഛനല്ലേ ഉള്ളൂ DNA-യിൽ. അതെ അതെ അല്ലേ? ഞാനൊരു ബയോമെഡിക്കൽ ലെക്ചറാണ്. അപ്പൊ ഇത് ശാസ്ത്രമല്ല, ഇത് കപടശാസ്ത്രമാണ്. ഫാർ ലെഫ്റ്റ് തീവ്ര ഇടത് തിയറിയാണ്. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമ്മ കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ, അല്ല ശാസ്ത്രീയപരമായി നമുക്കൊരു അച്ഛൻ. ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, അച്ഛൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മ മാത്രം സത്യം, അച്ഛൻ സത്യമല്ലേ? അമ്മ പറയുന്നത് മാത്രമാണ്. ഇനി ഇപ്പൊ അമ്മയുടെ അമ്മ മാത്രം സത്യം കിടക്കുമ്പോ പെരുമാറുന്ന രീതി, അതിനിപ്പോ അച്ഛൻ വേണ്ട അമ്മ മാത്രം മതി എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. രണ്ടും വേണം. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കെയർ ഗീവിങ്ങും കാര്യങ്ങളും മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അമ്മ കല്യാണം കഴിച്ച ആളാണ് എന്റെ അച്ഛൻ എന്ന് കുഞ്ഞ് ചോദിച്ചിട്ടില്ല. കുഞ്ഞിന് വേണ്ടത് അച്ഛനും അമ്മയാണ്. അതിന് ഒരേ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ഇപ്പോൾ കല്യാണം കഴിക്കണോ കുട്ടികൾ ഉണ്ടാവാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പൊ അച്ഛനും അമ്മയുടെയും പേര് പോരെ, നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്ന കാര്യം സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിഫ വേൾഡ് കപ്പ് വരെ കഴിഞ്ഞു, ഒരുപാട് പ്രഡിക്ഷൻ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര പ്രവചനങ്ങൾ ഉണ്ടാവുന്നത്? കാരണം മനുഷ്യൻ എന്നും സർട്ടനിറ്റി, പ്രഡിക്റ്റബിലിറ്റി, നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം, സ്റ്റെബിലിറ്റി, ഇതെന്നും ഏതൊരു മനുഷ്യനും ഉണ്ട്. ഈ ജനിക്കുന്ന കുട്ടിക്ക് എൻ്റെ അച്ഛനും അമ്മയും എന്നും ഇവർ തന്നെ ഒരുമിച്ച് എന്നോടൊപ്പം ഉണ്ടാവുമോ, എനിക്കിപ്പോൾ കിട്ടുന്ന സന്തോഷം എന്നും ഉണ്ടാവുമോ എന്നറിയാനുള്ളൊരു താല്പര്യം, ആഗ്രഹം, ഇതെല്ലാം ആ കുട്ടിയുടെ സെക്യൂരിറ്റിയും ബാധിക്കുന്നുണ്ട്. കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ കുട്ടിയുടെ നാളെ കുറിച്ച് കൂടി ആലോചിക്കണമെങ്കിൽ സ്റ്റെബിലിറ്റി ഒരു വക്കീലിന് പൈസ കൊടുക്കാൻ കേരളത്തിലെ ജയിലുകൾ നോക്കിക്കഴിഞ്ഞാല് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അച്ഛൻ കുട്ടി, അമ്മ അച്ഛൻ കുട്ടീനെ ഉണ്ടാക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഇങ്ങനെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ട് ഈ മൊത്തം കാര്യങ്ങളെ കല്യാണത്തിന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അദൃശ്യരക്കപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഞങ്ങൾ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കോടതിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയ കാലം കുറെ നമ്മൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ലെസ്ബിയൻ ഗേ ആളുകൾക്ക് ഇവിടെ മാരേജ് റൈറ്റ്സ് ഇല്ല. ബൈനറി ജെൻഡറിലുള്ള ഇപ്പോ ലേറ്റസ്റ്റ് വിധിയില് ട്രാൻസ്മാനും ട്രാൻസ് വുമണും ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്മാനും സിസ് വുമണും ആണെങ്കിലും ഒക്കെ കല്യാണം കഴിക്കാം. ട്രാൻസ്മാനും കല്യാണം കഴിക്കുന്നില്ല. ഇതൊക്കെ എങ്ങോട്ടാ വിരൽ ചൂണ്ടി പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ആ ഒരു കാര്യത്തിലാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മാരേജിൽ ഇത്രയും പ്രധാനമില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മാരേജ് റൈറ്റ്സിന് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അനിലേട്ടനല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. ഞാൻ വന്നപ്പോ തന്നെ ബീനേച്ചിനോട് പറയായിരുന്നു, എന്റെ രൂപം കണ്ടപ്പോ കല്യാണം വേണ്ടാത്ത ആളല്ലേ ചോദിച്ചു. അയ്യോ ആരും എനിക്ക് കല്യാണം കഴിക്കണം, അതാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്താണ് പറയുന്നത്, ഈ ഒരു ആദ്യത്തെ നമ്മുടെ ചോദ്യം ഉണ്ടല്ലോ, കല്യാണം എന്ന എന്താ പറയാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുമോ, വ്യവസ്ഥ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതിന് എനിക്ക് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എന്ന് വെച്ചാൽ, ഇവിടെ ആ വ്യവസ്ഥ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ പല രൂപത്തിൽ അല്ലെങ്കിൽ മാറിയ രൂപത്തിൽ ഇവിടെ നിലനിൽക്കും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഭരിക്കപ്പെടേണ്ടവൾ ഭാര്യ, അതേപോലെ ഈ അന്നദാതാവ് ഭർത്താവ് എന്നുള്ള ഒരു അതൊക്കെ പണ്ടാണ് പറഞ്ഞതൊക്കെ. എന്റെ അപ്പച്ചന്റെയും അമ്മച്ചന്റെയും അവരുടെയൊക്കെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കാലത്തൊക്കെ ഉണ്ടാവും. ഏത് ഭർത്താവ് ജോലിക്ക് ചെയ്ത് കൊണ്ടുവരുന്നു, അത് ഭക്ഷിച്ച് അവിടെ, അതൊക്കെ പണ്ട്. മാത്രല്ല മനോജിന് ഒരു അന്നദാതാവിന്റെ കുപ്പായം ഒരിക്കലും കേറത്തില്ല. അല്ല, നമ്മൾ ഈക്വലായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ട്, ഒരാളും അടിമയല്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഫ്രീഡം തരുന്നുണ്ട്, മനുവിനായിട്ടുള്ള ഫ്രീഡം. പക്ഷേ ഫ്രീഡം തരിക എന്ന് പറഞ്ഞാൽ ജോസിന് പ്രശ്നമാണ്. അല്ല, ഫ്രീഡം ഉണ്ട്. ഞങ്ങൾ അതൊരിക്കലും അങ്ങനെ ആരും തട്ടിപ്പറിക്കേണ്ട, ഞങ്ങൾക്ക് ഫ്രീഡം ഓൾറെഡി ബന്ധങ്ങളുടെ കൊണോട്ടേഷൻ മാറിക്കഴിഞ്ഞു. പഴയ കാലത്തെ വിവാഹമല്ല ഇന്നത്തെ കാലത്തെ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇതില് വിവാഹത്തില് ഈ കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറും ഒരു പാർട്ട് മാത്രമാണ്. അത് മാത്രം അല്ല, അതിനകത്ത് ജനറേഷൻ നിലനിൽക്കണമെന്നാണ്. അല്ല, അനില് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുട്ടികളെ ഉണ്ടാക്കാൻ
കല്യാണം കഴിക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളുടെ. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മൾ പഠിക്കുന്ന കാലത്ത് പഴയ കാലത്തൊക്കെ ആൾക്കാർ പറഞ്ഞു വരുത്തിയ സാധനമാണ് വിവാഹം കഴിച്ചാലേ കൊച്ചുണ്ടാവും. അതിന്റെ ആവശ്യമില്ലെന്ന് ഇപ്പൊ ഏത് കുഞ്ഞിന് പോലും അറിയാം. പബ്ലിക് അതിന് വേറെ പബ്ലിക് എന്തും പറയട്ടെ, അത് കുറച്ച് പേര് അവർക്ക് ആര് ചെലവിന് കൊടുക്കും, അവരെ ആര് സ്കൂളിൽ ചേർക്കും? ഉത്തരങ്ങളുണ്ട്. ലോകത്തില് വെൽഫെയർ സ്റ്റേറ്റുകളാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും. അതുകൊണ്ട് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങൾ. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു സമൂഹത്തിന്റെ അല്ല. സമൂഹം അവർക്ക് കെയർ ചെയ്യാം. എന്റെ കുഞ്ഞ് എന്റെ ഉത്തരവാദിത്തമാണ്, അല്ല നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. ഉറപ്പായിട്ടും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു കുഞ്ഞിനെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വരും. ഈ കുഞ്ഞുങ്ങളിൽ മാത്രം കുഞ്ഞുങ്ങളില്ലേ എനിക്ക് അഭിപ്രായമുള്ളത്. കുഞ്ഞുങ്ങളിൽ മാത്രം ചർച്ച ഒതുങ്ങരുത്. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മളൊരു കുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ റെസ്പെക്ട്, അതുപോലെ തന്നെ നമുക്കൊരു മെഡിക്കൽ ഡിസിഷൻ ഷെയറിങ്, ഇതിനൊക്കെ കല്യാണം ലീഗലൈസ് ചെയ്യണമെന്ന് ആവശ്യമില്ല എന്നാണ് അനിലും അഞ്ജനയും പറയുന്നത്. തീർച്ചയായും. പക്ഷേ അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ ഏത് നിമിഷവും അവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റും. ഇറങ്ങി പോവാതിരിക്കുക എന്ന് പറയുന്നത് കൂച്ചുവിലങ്ങാണെന്നായിരിക്കും അവർ പറയുന്നത്. പക്ഷേ അല്ല, ലയബിലിറ്റി അല്ല. എല്ലാ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ച് ജനറലൈസ് ചെയ്ത് എല്ലാ വിവാഹ ബന്ധങ്ങളും കുഴപ്പമാണെന്ന് പറയുന്നത് തെറ്റാണ്. ഒരു കാര്യം കൂടെ അവിടെ നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. അതായത് ജെൻഡർ റോൾസ് പഴയ രീതിയിൽ നിലനിൽക്കുന്നില്ല. നമ്മൾ അത് അംഗീകരിക്കുകയും പുതിയ തലമുറയെ കൂടി അത് എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. എന്നേക്കാൾ കൂടുതൽ എന്താ പറയണേ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ളതും എന്നേക്കാൾ ഹയർ സാലറി മേടിക്കുന്ന ആളാണ് ദീപ. എനിക്കത് അഭിമാനമേ ഉള്ളൂ. ഇത്ര സുന്ദരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറവുകളുണ്ടെങ്കിലും ഇതിന്റെ പിന്നില് വിവാഹം കൊടുക്കുന്ന വലിയൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. സ്ത്രീയുടെയും പുരുഷന്റെയും മനഃശാസ്ത്രങ്ങൾ, ഫിസിയോളജി തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതിപ്പോ നമ്മുടെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തിലേക്ക് വന്നപ്പോൾ ഇത് തമ്മിൽ ഈ സിറ്റുവേഷനെ അഡാപ്റ്റ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട്. അത് ദമ്പതികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഫാമിലി സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു 400 കേസുകളുടെ ഡിവോഴ്സ് സൈക്കോളജിക്കൽ അസസ്മെന്റ് തയ്യാറാക്കിയ ആളാണ്. അപ്പൊ അതിൽ എനിക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പുരുഷന്റെയും ഈ സ്ത്രീയുടെയും പേഴ്സണാലിറ്റിയിൽ ചില ഇൻഫ്ലെക്സിബിൾ മാലഡപ്റ്റീവ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ് ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആയ ഒരു പെൺകുട്ടി, അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക്, ചെയ്തി, സംസാരം, പ്രവർത്തനം വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, വയലന്റ് ആവുക, വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുക. കാരണം അവൾക്ക് സ്നേഹം വന്ന ഭയങ്കര സ്നേഹം, ദേഷ്യം വന്ന ഭയങ്കര ദേഷ്യം. ഭർത്താവ് ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, 1 മണിക്കൂർ ഒരാഴ്ചയെങ്കിലും ഇവളൊരു സ്റ്റേബിൾ മൂഡിങ്ങിൽ ഉണ്ടായിരിക്കണം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയാം. ഇത് നമ്മുടെ പെൺകുട്ടികളുടെ ഇടയിൽ ഇപ്പൊ ധാരാളം ഉണ്ട്. ഇമോഷണൽ റെഗുലേഷന്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് ഡയഗ്നോസിസ് ഞാൻ തൂത്തിരിക്കുന്ന ആളാണ് ഞാൻ. ഇത് ജെൻഡർ അതെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ക്ലിനിക്കലി ഡയഗ്നോസിസ് കിട്ടിയിട്ടുള്ള ആളാണ്. മെഡിസിൻ എടുക്കുന്ന ആളാണ് 5-6 വർഷമായിട്ട്. പക്ഷേ അപകടം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിങ് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുമ്പോൾ നല്ല ഹാപ്പി ആകുമ്പോൾ ഭയങ്കര ഹാപ്പി, പിന്നെ സാഡ് ആകുമ്പോൾ നല്ല സാഡ്, ചില ആളുകൾക്ക് ഇമ്പൾസിവിറ്റി ഉണ്ടാവും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെയും എന്താ പറയാ ഒരു എക്സ്ക്യൂസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ തെറപ്പിയിലൂടെ, മെഡിക്കേഷനിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ദ സോ കോൾഡ് നോർമൽ ലൈഫ് കൊണ്ടുപോകാൻ എല്ലാവിധ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളും. ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു അഭിഭാഷകനാണ്, അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാം. ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം, ഒന്നാമത്തെ സംഭവം ഡിവോഴ്സ് നല്ലതാണ്. കാരണം സഫർ ചെയ്തുകൊണ്ട് ഒരു റിലേഷൻ മുന്നോട്ട് പോകുന്നേക്കാളും നല്ല ഡിവോഴ്സ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ആവശ്യമെങ്കിൽ ആവശ്യം വന്നിട്ടില്ല, ഇതൊരു ആവശ്യം വന്നിട്ടില്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം. രണ്ടാമത് സംബന്ധിച്ച് ഈ മാരേജും, നേരത്തെ ഈ മാരേജിനും കുട്ടികളും രണ്ട് തരത്തിൽ കാണണം. ഇനിയുള്ള കാലത്ത് അംഗീകരിക്കാൻ പറ്റില്ല. ഇല്ല. ഇപ്പോ മാരേജ് ഒരു വേർഡ് മാത്രമല്ല, മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവരിട്ടിട്ടുള്ള ഒരുപാട് ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടി വരിക ചെയ്യുന്നത്. ഞങ്ങൾ മാരീഡ് കപ്പിൾസ് ആണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് വെച്ചാൽ ഇൻഡിവിജ്വാലിറ്റിക്ക് യാതൊരു സ്ഥാനം, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇദ്ദേഹം ഒരു വ്യക്തിയാണെന്നല്ല, എന്റെ ഭാര്യയാണ് എന്നുള്ള രീതിയിൽ തിരിച്ചും പാട്രിയാർക്കൽ ഭാഗമായിട്ട് പുരുഷന്മാർ ഇതിനകത്ത് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എന്റെ സൈഡ് ഇപ്പൊ ഭർത്താവുന്ന രീതിയിൽ ഞാൻ കുറെ കാര്യങ്ങൾ ബാധ്യസ്ഥനാണ്. അതായത് സമ്പാദിക്കാൻ ബാധ്യസ്ഥനാണ്, അദ്ദേഹത്തിന് ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇതുപോലെ തന്നെ ഭാര്യ എന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥയാണെന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് മാരേജിലേക്ക് വരുന്നത്. പക്ഷെ ഈ കൺസെപ്റ്റാണ് പ്രശ്നം. മനസ്സിലായി? അതായത് ഇദ്ദേഹം എന്താണോ ആ രീതിയിൽ അദ്ദേഹത്തിന് അംഗീകരിക്കും, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റീനെ അംഗീകരിക്കും, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാവുന്നു. തിരിച്ചിങ്ങോട്ടായിട്ട്
മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോട് അത് വളരെ വളരെ ആ കൺസെപ്റ്റ് നല്ലതാണ്. പക്ഷേ ഈ മാരേജ് എന്നുള്ളൊരു വേർഡോട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീസെറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരുപാട് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ നിർബന്ധിതരാവുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ ഇനിയുള്ള ജനറേഷൻ ഒന്നും അതിൽ നിൽക്കും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരുപാട് എക്സ്പോഷർ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇതിന്റെ പ്രോസും കോൺസും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ന്യൂ ജനറേഷന് മാരേജിനോട് താല്പര്യമില്ലാതിരിക്കുന്നത്. ഗൈഡ് ലൈൻസ് മാറിയ പോരെ ബ്രിജേഷ്? ആ ഗൈഡ് ലൈൻസ് മാറിയ പോരെ? ആ ഗൈഡ് ലൈൻസ് ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു. ഇപ്പോഴുള്ള ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനും കൊടുക്കാമല്ലോ. ഈ ഗൈഡ് ലൈൻസ് ഇപ്പോഴും ആ ഗൈഡ് ലൈൻസ് ഉണ്ട്. അല്ല, അത് മാറണം. ഒരു കാര്യം കൂടി പറയാം. ഒരു മാരേജ് ആഘോഷം നടക്കുന്നു. പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ഡിവോഴ്സിന് വരുന്ന കപ്പിൾസിനകത്ത് രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ വിവാഹത്തിന്റെ സമയത്ത് കൊടുത്ത എൻ്റെ 100 പവൻ 50 പവൻ 200 പവൻ ഈ പൈസ മുഴുവൻ ഭർത്താവിന്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും. ഇത് തിരിച്ചു കിട്ടുക എന്നുള്ള പ്രശ്നം. അല്ലാതെ ഡിവോഴ്സ് അല്ല അവരെ പലപ്പോഴും പ്രശ്നം. തിരിച്ച് ഈ പറഞ്ഞ പോലെ കുട്ടി ഉണ്ടായിരിക്കും. ഡിവോഴ്സ് ആയി കഴിഞ്ഞ് ഭർത്താവ് അവരുടെ വഴിക്ക് പോകും. കുട്ടീനെ ആര് നോക്കും? ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് പ്രശ്നം. സാധാരണ രണ്ടുപേരും തമ്മിൽ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻസിനും രണ്ടുപേരും മാരേജ് ആരും നോക്കണം നിയമത്തിലില്ലേ? അല്ല, നിയമത്തിൽ വേറെ കാര്യമുണ്ട്. നിയമത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ലിവിങ് ടുഗദർ ആയിട്ട് അതിനുണ്ടാവുന്ന കുട്ടിക്ക് എല്ലാ, അതായത് ഫാദർ മദർ എന്നുള്ള എല്ലാതര റെസ്പോൺസിബിലിറ്റീസ് അവർ റെസ്പോൺസിബിൾ ആണ്. മാത്രമല്ല ആ കുട്ടിക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് അതിനകത്ത്. കൃപ ഈ അഭിഭാഷകന്റെ വാദഗതിയോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും സർ. കാരണം വെച്ചാല് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. പക്ഷെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ടും കുറച്ച് നാള് കൺവെൻഷനാലിറ്റിയിൽ മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അതിന്റെ ഡ്രോബാക്സ് മനസ്സിലാക്കിയിട്ട് തിരുത്തി നമ്മുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ലൈഫ് സക്സസ് ആയത്. എനിക്കും ഈ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് ഞാൻ പറഞ്ഞില്ല, ഒരു കൺവെൻഷൻ എന്ന രീതിയിലാണ് ഞാൻ എതിർക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഇമോഷണൽ ബോണ്ടിങ്, ആ സെൻസ് ഓഫ് യൂണിയൻ എന്തായാലും തീർച്ചയായും വേണം തന്നെയാണ് ഞാൻ പറയുന്നത്. കല്യാണത്തിനൊരു ലീഗൽ ഫൗണ്ടേഷൻ എന്നുള്ള ഈ അഭിഭാഷകന്റെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതിന് അടിവര ഇടുന്നുണ്ടോ താങ്കൾ? ചിൽഡ്രന് വേണ്ടിയിട്ട് ശരിക്കും അതിനൊരു അടിവര ഇടുന്നതിൽ തർക്കമില്ല. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റെബിലിറ്റി നമുക്ക് അത് കൊടുക്കാം. പക്ഷേ തീർച്ചയായും അവിടെ ഒരു പേഴ്സണൽ റെസ്പെക്റ്റോ അവിടെ ഒരു ഇത് കട്ട് ആവുകയാണെങ്കിൽ അതൊരു സഫറിങ് തന്നെയാണ്. അല്ല, ആ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ കൃപ ഇത് പറഞ്ഞപ്പോ അപ്പൊ കുട്ടികളുടെ കാര്യം വരുമ്പോൾ അതിനൊരു ലീഗാലിറ്റി ഉണ്ടാവുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളിപ്പോ ഈ കാര്യങ്ങൾ തിരിച്ചറിവ് വന്ന സ്ഥിതിക്ക് കൺവെൻഷനായി വിവാഹിതരായ നിങ്ങൾ ഇനിയിപ്പോ ആ കൺവെൻഷൻസ് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം, ലിവിങ് ടുഗദർ ആകാൻ തയ്യാറാണോ? ഇതിന്റെ മറുപടി ഞാൻ നേരെ തിരിച്ചാ പറയുന്നത്. അതായത് രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കട്ടെ. ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞ ശേഷം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു പെണ്ണ് കാണാൻ വരുന്നു, ഒരു കൺവെൻഷൻ മാരേജിനെ കുറിച്ച് പറയും. പെണ്ണ് കാണാൻ വരുന്നു, ഈ പറഞ്ഞ പോലെ കാരണന്മാരെന്ന് പറയും, വയസ്സായ ആളുകൾ തമ്മിൽ നിശ്ചയിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഓക്കെ ആയതിനു ശേഷം ജാതകം നോക്കുന്നു, എല്ലാം ഓക്കെ ആയതിനു ശേഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പൊ നമ്മൾ പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ നമ്മളെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. ആരായാലും നാച്ചുറലി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു 24 hours അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 1 week 1 month 1 year ഒക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും മനസ്സിലാവും. ഇങ്ങനെയെല്ലാം മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കുറച്ചെല്ലാം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഒരു വിവാഹമാവാം. ഇനി രണ്ടാമത്തെ സംഭവം, ഈ കോടതികളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന കേസുകൾ ഡിവോഴ്സ് കേസുകളല്ല, GOP എന്ന് പറയും. അതായത് ഗാർഡിയൻഷിപ്പ് OP. കുട്ടികളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്. ഇതിനകത്ത് പലപ്പോഴും എന്താ വെച്ചാൽ ഒരു ബേസും ഇല്ലാതെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺവെൻഷനായിട്ട് വന്ന് പെട്ടെന്ന് കുട്ടികളാവുന്നു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നുകൂടെ കുട്ടിയുടെ ഭാവി നോക്കിയിട്ട് നല്ല ഹാപ്പിയാന്ന് അഭിനയിച്ച് മുന്നോട്ട് പോകാം. അല്ല, ഒന്നുകൂടെ ഡിവോഴ്സ് ചെയ്യാം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ആദ്യം കുറേ കാലം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം മാരേജ് കഴിക്കാം. മാരേജ് കഴിഞ്ഞാൽ പോലും മാരേജ് ആണ് വേണ്ടെന്ന് പറഞ്ഞാലേ ആ സ്ത്രീ കൊണ്ടുപോയി പറയും വർഷങ്ങളോളം അതിനുള്ള പെണ്ണിന് പോവാം. പെണ്ണ് സാർ ഇപ്പൊ എന്താ അറിയോ, പണ്ട് പറയാം ആണ് തട്ടി തൂത്തിട്ട് പോകുന്നു, ഇന്ന് പെണ്ണ് തട്ടി തൂത്തിട്ട് പോവാണ്. വർഷങ്ങളാ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആണ് വർഷങ്ങളോളം ജയിലിൽ കിടക്കും. അതൊക്കെ വേണ്ട രീതിയിൽ കേസ് കൊണ്ടുവരാത്ത കാര്യങ്ങളേ ഉള്ളൂ. കോൺസെപ്റ്റിനല്ല അതിനകത്ത് കുഴപ്പം. നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ആലോചിച്ച് തീരുമാനം എടുത്ത് കഴിച്ചാലും ചിലപ്പോൾ ആ വിവാഹം തകരാം. ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം, ഇപ്പൊ പരസ്യമായിട്ട് പറയാം. ഞാൻ ആദ്യം കഴിച്ച വിവാഹത്തിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കേണ്ടി വന്നു. എനിക്കത് ശരിയല്ലാന്ന് തോന്നി. ആ വ്യക്തിയെ ഞാൻ കുറ്റം പറയല്ല.
ഞങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഒഫീഷ്യലായി കല്യാണം കഴിച്ച് ഞാൻ അതിൽ നിന്ന് ഡിവോഴ്സ് ചെയ്ത് പുറത്തു വന്നു. അതിനർത്ഥം ഇത് കണ്ടിട്ട് ഇനി ഒരിക്കലും ഞാൻ വിവാഹം വേണ്ടാന്ന് വെക്കല്ലേ ചെയ്തേ. ഞാൻ വീണ്ടും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഇപ്പോൾ 24 വർഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ വിവാഹത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിൽ വിഷയം. വിവാഹത്തെ എങ്ങനെ മെച്ചമാക്കാം, ഗൈഡ്ലൈൻസ് മാറ്റിയാൽ മതി. രഞ്ജിനി മാം അതാണ് സാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാണ്, അവർ ലിവിങ് ടുഗെദർ കുറച്ച് നാൾ ജീവിക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പാറ്റബിൾ ആണോ എന്ന് അറിഞ്ഞിട്ട് പിന്നീട് വിവാഹം കഴിക്കണം. അപ്പൊ അവർ കോമ്പാറ്റബിൾ ആണ് എന്നൊരു തോന്നൽ വരുന്ന സമയത്ത് ഇവർക്ക് കുട്ടികൾ, സോറി ഞാൻ വീണ്ടും കുട്ടികളിലേക്ക് തന്നെ വരികയാണ്, കാരണം അതൊരു വലിയ ഘടകം തന്നെയാണ് നാളെയുടെ തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവുകയാണ്, ഇത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അയ്യോ ഇത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? മാരേജിലേക്ക് എത്തിയിട്ടില്ല, ലിവിങ് ടുഗെദർ ആണ്, എന്താ ചെയ്യാ? മാരേജിൽ പുറത്തിറങ്ങി കോ പാരന്റ് ചെയ്യുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. ആ കോ പാരന്റ് ചെയ്യുന്നത് അഡൾട്ട്സിന് നല്ലതാണ്. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? സിനിമ ഇൻഡസ്ട്രിയിൽ വരേണ്ടല്ലോ, നമുക്ക് അറിയുന്ന ആളുകൾ കോ പാരന്റ് ചെയ്യുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ആളുകള്. പക്ഷെ അത് വളരെ എക്സെപ്ഷൻസ് അല്ലേ? മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പാർട്ട്ണറെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നില്ല, അതാണ് അതിന്റെ പ്രശ്നം. അതായത് ഒരാൾ വിവാഹം കഴിക്കുന്നത് അവരുടെ 20കളിലൊക്കെ ആയിരിക്കും, പക്ഷേ 20 മാറി 30-ൽ എത്തുന്നു, 30-ൽ നിന്ന് 40-ലേക്ക് എത്തുന്നു. അപ്പോഴും ഈ സ്ത്രീയും പുരുഷനും മാറിക്കൊണ്ടേയിരിക്കുക. പാർട്ട്നേഴ്സിൽ ഈവൻ അവരുടെ സ്കിന്നിൽ വരെ ചേഞ്ചസ് ഉണ്ടാവും, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി കംപ്ലീറ്റ് ചേഞ്ചസ് ആയിരിക്കും. ആ മാറ്റങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നില്ല, അതാണ് പ്രശ്നം. എനിക്കൊരു സംശയം, താങ്കൾ യഥാർത്ഥത്തിൽ ഒരു ടെസ്റ്റ് കേസിൽ ആദ്യത്തെ 6 മാസം പോകണമെന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അതായത് രണ്ടുപേരും തമ്മിൽ ലോഹിയായി ഒരു 6 മാസം ടെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ടെസ്റ്റ് ചെയ്തതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായിപ്പോയി. ഈ കുഞ്ഞിനെ ആര് നോക്കും? അല്ല അത് വളരെ പ്ലാൻഡ് ആയിട്ട്, അതൊരു ഇഷ്യൂ ആണല്ലോ. എല്ലാവർക്കും അറിയുന്ന അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. കുടുംബം ഉണ്ടാവുന്നത് കുട്ടി വരുന്ന മാത്രമാ, അതുവരെ കല്യാണം മാത്രമേ ഉള്ളൂ. ആ കുടുംബം എന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന കുട്ടി വരുമ്പോഴാ, അതുവരെ കല്യാണം മാത്രമേ ഉള്ളൂ. ആ കുടുംബം വരുമ്പോൾ വേറെ അബ്സല്യൂട്ട് ഡിഫറെന്റ് ഡയമെൻഷൻ ആണ്. കുട്ടി ഉണ്ടാവുന്ന പ്രോസസ്സേ, കുട്ടി ഉണ്ടാവുന്ന പ്രോസസ് വെച്ചാൽ ഇന്ന് എന്തോ സംഭവിച്ചു നാളെ കുട്ടി ഉണ്ടാവുന്ന ഒരു പരിപാടിയല്ലല്ലോ. 10 മാസം അവിടെ കിടക്കുന്ന നമുക്ക് ഇത് ഒന്നാമത്തെ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ കൃത്യമായിട്ടുള്ള എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിവും നമുക്കുണ്ട് ഇപ്പോ. പിന്നെ മാത്രല്ല വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾ തയ്യാറല്ലാത്ത ഒരു സമയത്ത് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 23.5 കൊല്ലായി. ഞങ്ങൾക്ക് ഇപ്പോഴും രണ്ടുപേർക്കും വർത്താനം പറഞ്ഞിട്ട് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ല. ഇപ്പോഴും നാട്ടുകാർ പറയും ഇവരെന്താണ് ഇപ്പോഴും ഇങ്ങനെ. അങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് എങ്കിലും എനിക്ക് തരണം. മനസ്സിലാവും, ഞങ്ങളുടെ ചാനൽ കണ്ട മനസ്സിലാവും. അല്ല ഇനി ഞാൻ നിങ്ങളുടെ ചാനലിന്റെ സ്ഥിരം ഫോളോവർ ആവും. ഇതിലെന്തോ വരാനിരിക്കുന്ന ഒരു അപകടം. തർക്കങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടെങ്കിലും എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. അതേപോലെയാണ് സരിതിക്കും. ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ പറഞ്ഞു അഭിനയാണ് ഇവിടെയാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് വിവാഹം പണ്ടടിമകളുടെ പോലെയൊക്കെ ഭാര്യമാര് ജീവിച്ചിട്ടുണ്ടോ? വൈഫിന്റെ വീട്ടിൽ പോയി താമസിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് എന്റെ വീട്ടിലെന്നാ പറഞ്ഞത്. എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്. എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ വൈഫിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വൈഫിന്റെ വീട്ടിൽ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? ഇഷ്ടല്ലേ ഇനി കൺവെൻഷൻ ഈ കാര്യത്തിൽ അഭിഭാഷകൻ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ദുരനുഭവം ഞാൻ പറയാം, കണ്ടൊരു അനുഭവം പറയാം. പലപ്പോഴും കൺവെൻഷൻ സിസ്റ്റത്തിൽ അച്ചി വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞവൻ വളരെ മോശപ്പെട്ടവനായിട്ടാണ് കൺവെൻഷണൽ ആയിട്ട് സിസ്റ്റത്തിൽ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റിന്റെ ഒരു അനുഭവം പറയുന്നത്, ആ പയ്യന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വൈഫായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ പയ്യന്റെ അമ്മ എന്റെ അടുത്ത് വന്നിട്ട്, അതായത് ഒരുമിച്ചാണ് വന്നത്, അമ്മ വന്ന് പറഞ്ഞു ഇവൻ എപ്പോഴും അവളുടെ വീട്ടിലാണ്, അവളുടെ വീട്ടിൽ യാതൊരു വിലയില്ല അവന്. ഇത് ശരിയാണോ? ഈ കൺസെപ്റ്റിലാണ് അവർ എന്നോട് ചോദിക്കുന്നത്. ഈ പയ്യന് പോലും ഇല്ലാത്ത പ്രശ്നങ്ങൾ പയ്യന്റെ അമ്മയ്ക്കാണ് ഉണ്ടാവുന്നത്. ഞാൻ പറയണേ, ലിവിങ് ടുഗദറിലേ കുട്ടികളുണ്ടായെന്ന് വിചാരിക്കുക, സ്കൂളിൽ ചേർക്കുമ്പോ ഈ അച്ഛന്റെ പേര് എഴുതണല്ലോ. അപ്പൊ അത് അച്ഛന്റെ പേര് എവിടെ കൊണ്ട് എഴുതി വയ്ക്കും? അച്ഛനാണെന്ന് ഓപ്ഷൻ ഉണ്ട്. അല്ല അതുണ്ടെങ്കിൽ പ്രശ്നം എന്തോ അവിടെ കോടം ഫില്ല് ചെയ്യുന്ന പ്രശ്നമാണോ? അമനഗരയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ ഏറ്റവും വലിയ പ്രശ്നം അതല്ല, ഞങ്ങളുടെ വായനശാലയുടെ അടുത്ത സമീപത്ത് 2 പേര് ഒരു 2 വർഷമായിട്ട്
ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അതിൽ ഒരെണ്ണം ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അതിന്റെ നാഥനായിട്ട് കൂടെ നടന്നയാളെ വണ്ടി ഇടിച്ച് കത്തു. ഇപ്പൊ അത് പുറത്ത് വായനശാലയുടെ പുറയിലാണ് ഇത് പറ്റി കിടക്കുന്നത്. ഈ കുട്ടികള് സത്യത്തില് ഈ കുട്ടികൾ അനാഥരാണ്. മേനകാ ഗാന്ധി അറിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഒരു സമാധാനം എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ജീവിക്കാത്തതുകൊണ്ട് നമുക്ക് അഭിമാനമായിട്ട് റോഡിലൂടെ ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ് എന്ന് പറഞ്ഞു നടക്കാം. സ്കൂളിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വരേണ്ട സമയത്ത് അഭിമാനമായിട്ട് എന്റെ അച്ഛനാണ്, വെറും ഒരു ഗാർഡിയൻ എന്നുള്ള നിലയ്ക്കല്ലല്ലോ. അങ്ങനെയാണ് സങ്കല്പം. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ.